നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തളിക്കുളത്ത് സ്കൂളിന് മുന്നിൽ ദേശീയപാതയോരത്ത് നിൽക്കുന്ന മരം ഭീഷണിയാകുന്നു. UDF ഭരണത്തിനെതിരെ BJP നാട്ടിയ പഞ്ചായത്ത് കമ്മിറ്റി ധർണ നടത്തി. എടത്തിരുത്തിയിൽ പഞ്ചായത്തും ആരോഗ്യവകുപ്പും പരിശോധന നടത്തി. നിയമലംഘനങ്ങൾക്കെതിരെ നടപടിയെടുത്തു. വാർത്തകൾ വിശദമായി. തളിക്കുളം CMS UP സ്കൂളിന് മുന്നിൽ ദേശീയപാതയോരത്ത് നിൽക്കുന്ന വീട്ടിമരം വിദ്യാർത്ഥികൾക്ക് ഭീഷണിയാകുന്നതായി പരാതി. കഴിഞ്ഞ ദിവസം മരത്തിന്റെ ദ്രവിച്ച വലിയ കൊമ്പുകൾ സ്കൂൾ കോമ്പൗണ്ടിനകത്തേക്ക് വീണിരുന്നു. സ്കൂൾ ഇല്ലാത്ത ദിവസമായതിനാൽ വലിയൊരു അപകടം ഒഴിവാകുകയായിരുന്നു. സ്കൂളിന്റെ പ്രധാന കവാടത്തിനരികിലായാണ് മരം നിൽക്കുന്നത് എന്നതിനാൽ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന രക്ഷാകർത്താക്കൾക്കും വാഹനങ്ങൾക്കും വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. കുടിവെള്ളത്തിനായി പഞ്ചായത്ത് സ്ഥാപിച്ച വാട്ടർ കിയോസ്കും നിൽക്കുന്നതും മരത്തിന് സമീപത്താണ്. കഴിഞ്ഞ കാലങ്ങളിലും ഇത്തരത്തിൽ കൊമ്പുകൾ അടർന്നു വീണതിനെ തുടർന്ന് മരത്തിന്റെ അപകടസ്ഥിതിയെക്കുറിച്ച് പലതവണ പഞ്ചായത്തിന് പരാതി കൊടുത്തിരുന്നതായും നടപടികൾ ഒന്നും ഉണ്ടായില്ലെന്നും പ്രധാന അധ്യാപകൻ ബിനോയ് പറഞ്ഞു. ഈ സ്കൂളിലെ CMS UP സ്കൂളിലെ പ്രധാന അധ്യാപകനാണ്. നമ്മുടെ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൻ്റെ പുറത്തായിട്ട് ഒരു വീട്ടിമരം നിൽക്കുന്നുണ്ട്. ഒരു അപകടാവസ്ഥയിലായിട്ട് കുറേ വർഷങ്ങളായി. അത് എല്ലാ തവണയും നമ്മളിതിന് അപേക്ഷ പഞ്ചായത്തിലേക്ക് കൊടുക്കാറുണ്ട്. പക്ഷെ ഇതുവരെ അത് മുറിച്ച് മാറ്റപ്പെട്ടിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ ചില്ലകൾ വീണിട്ട് കുട്ടികൾക്ക് ഭീഷണിയായിട്ട് നിൽക്കുകയാണ്. സ്കൂളിനും കുട്ടികൾക്കൊക്കെ ഒരു അപകട നിലയിലാണ് ഞങ്ങളിപ്പോൾ വളരെ ഭയത്തോട് കൂടിയിട്ട് പോയി നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ മഴ വരുമ്പോഴും ഇതിൻ്റെ മുകളിൽ ഇത്തിൽക്കണ്ണിയൊക്കെ പിടിച്ചിട്ട് അതിൻ്റെ കൊമ്പുകളും ശിഖരങ്ങളൊക്കെ ആകെ ദ്രവിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ദ്രവിച്ച കഷ്ണങ്ങൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അതിന് എത്രയും പെട്ടെന്നൊരു നടപടി ഉണ്ടാവണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. മരം ഹൈവേയോട് ചേർന്ന് നിൽക്കുന്നതിനാൽ ഇതിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഏതു നിമിഷവും അപകടത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നും കുട്ടികൾക്കും നാട്ടുകാർക്കും അപകട ഭീഷണിയിലുള്ള മരം എത്രയും വേഗം മുറിച്ചു മാറ്റണമെന്നാണ് തങ്ങളുടെ ആവശ്യമെന്നും ഇതിനായി MLAയെയും കളക്ടറെയും ദേശീയപാത അതോറിറ്റിയെയും സമീപിക്കുമെന്നും PTA പ്രസിഡന്റ് രഞ്ജിത്തും അംഗങ്ങളും പറഞ്ഞു. ഇവിടെ ഈ മരം വീണ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രധാന ഗേറ്റിൻ്റെ ഏറ്റവും അടുത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അതോടൊപ്പം വാട്ടർ കിയോസ്ക് കൂടിയുണ്ട്. കുട്ടികൾ വെള്ളം കുടിക്കാനും ഇതിനൊക്കെ വരുന്ന സ്ഥലമാണ്. അപ്പോൾ അതിന് നമ്മൾ പഞ്ചായത്തിൽ ഇന്നും പരാതി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഇപ്പോൾ സ്റ്റേറ്റ് ഹൈവേ അതോറിറ്റിയിൽ ഞങ്ങളിപ്പോൾ പരാതി കൊടുക്കും. MLAയ്ക്കും പരാതി നൽകുന്നുണ്ട്. വളരെ പെട്ടെന്ന് ഇത് ഒരു അപകടം വരുന്നതിന് മുന്നേ പെട്ടെന്ന് തന്നെ ഇത് മുറിച്ച് മാറ്റപ്പെടണമെന്നുള്ളൊരു അഭ്യർത്ഥനയാണുള്ളത്. ഈ അപകടങ്ങളിലുള്ള ഒരു മരത്തിനെ മുറിച്ച് മാറ്റാനായിട്ട് എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകുമെന്നാണ് നമുക്ക് PTAയുടെ ഭാഗത്ത് പറയാനുള്ളത്. വീട്ടിലെത്തി പുസ്തകങ്ങൾ നൽകി സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ തീരുമാനപ്രകാരം വായനക്കാരെ തേടി പുസ്തകങ്ങൾ വീട്ടിലെത്തിക്കുന്ന വായനാ വസന്തം പദ്ധതിക്ക് വലപ്പാട് തുടക്കമായി. പുതിയ അംഗങ്ങളെ ചേർക്കുന്നതിൻ്റെ ഭാഗമായി പ്രദേശത്ത് ഗൃഹസന്ദർശനവും സംഘടിപ്പിച്ചു. പദ്ധതിയുടെ ഭാഗമായി ലക്ഷ്മി പ്രിയ, പൃഥ്വിഷ് എന്നിവർക്ക് ലൈബ്രറി അംഗത്വം നൽകിക്കൊണ്ട് ശ്രീനാരായണ ലൈബ്രറി സെക്രട്ടറി ലാൽ കച്ചിലം ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ശ്രീനാരായണ ക്ലബ്ബ് പ്രസിഡന്റ് സജിത് വേളയിൽ, വാർഡ് മെമ്പർ ബിന്ദു മോഹൻ, ജ്യോതിബാസ് വേളയിൽ, ഷൈനി സജിത്ത്, വനിതാവേദി ചെയർപേഴ്സൺ ഷീജ മുരളി, ഷിജു മാസ്റ്റർ, കിഷോർ MP, ഉഷ ജ്യോതിബാസ്, ലൈബ്രറിയൻ സുജ മഹേഷ് എന്നിവർ പങ്കെടുത്തു. ചീഫ് മിനിസ്റ്റേഴ്സ് എവറോളിംഗ് ട്രോഫി 2026 കണ്ടശങ്കടവ് ജലോത്സവത്തിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്നു. കോർഡിനേറ്റർ VN സുർജിത്ത്, ട്രഷറർ KV വിനോദൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ സലിജ ടീച്ചർ, മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CG മോഹൻദാസ്, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ്, മണലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ചന്ദ്രൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK പ്രകാശൻ, CB സുനിൽകുമാർ, BV സജീന്ദ്രൻ, ഷീബ സന്തോഷ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ MK സദാനന്ദൻ, MV അരുൺ, PB ജോഷി, TD ജോസ്, സുബൈദ മുഹമ്മദ്, ദീപൻ മാസ്റ്റർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ടശങ്കടവ് യൂണിറ്റ് പ്രസിഡന്റ് ജോയ് മോൻ പള്ളിക്കുന്നത്ത്, ജലവാഹിനി ബോട്ട് ക്ലബ്ബ് സെക്രട്ടറി കാർത്തികേയൻ വെണ്ണയ്ക്കൽ, PV സജീവൻ എന്നിവർ പങ്കെടുത്തു. തളിക്കുളം ലയൺസ് ക്ലബിന്റെ 2026-27 വർഷത്തെ ഓഫീസ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും
സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണറുടെ ഒഫീഷ്യൽ വിസിറ്റും തളിക്കുളം സനാര റീജിയൻസിൽ വെച്ച് നടന്നു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് CBK ലാൽ അധ്യക്ഷനായി. മുഖ്യ അതിഥിയും ഇൻസ്റ്റലേഷൻ ഓഫീസറുമായ വിമൽ വേണു, അഡ്വക്കേറ്റ് സോമകുമാർ എന്നിവർ സ്ഥാനാരോഹണം നടത്തി. പുതിയ ഭാരവാഹികളായി നന്ദകുമാർ കുനിയത്ത് പ്രസിഡന്റ്, അശോകൻ CK ഫസ്റ്റ് വൈസ് പ്രസിഡന്റ്, ഉണ്ണികൃഷ്ണൻ PS സെക്രട്ടറി, ഉണ്ണികൃഷ്ണൻ AS ട്രഷറർ എന്നിവർ ചുമതലയേറ്റു. ഉന്നത വിജയം നേടിയ 2 സ്കൂളുകളിലെ പ്രധാന അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു. SSLC പരീക്ഷ വീട്ടിലിരുന്ന് എഴുതി വിജയിച്ച ശാരീരിക പരിമിതികളുള്ള കുട്ടിക്ക് ആദരവ് നൽകി. AP രാമകൃഷ്ണൻ, ഡിസ്ട്രിക്ട് സെക്രട്ടറി ബാലകൃഷ്ണൻ, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പ്രശാന്ത് മേനോൻ, റീജിയൻ ചെയർമാൻ പീതാംബരൻ രാരമ്പത്ത്, രാജൻ ജോസ്, ഹരിലാൽ എന്നിവർ സംസാരിച്ചു. ഫൈബ്രോസ്കാൻ എന്ന ഒരു സർവീസ് പ്രോജക്റ്റ്, ഫൈബ്രോസ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവറിൻ്റെ ടെസ്റ്റ് പരിശോധിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. ആ ഒരു പ്രോജക്റ്റ് അദ്ദേഹം അന്ന് 100ഓളം പേർക്ക് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ആസൂത്രണം ചെയ്തത്. പക്ഷെ അന്ന് 75 പേർക്കാണ് അന്ന് അവിടെ ചെയ്യാൻ സാധിച്ചത്. പലരെയും അന്നതിൽ നിർബന്ധിച്ച് പങ്കെടുപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ഒരു തമാശ രൂപത്തിൽ ചിലരൊക്കെ പോയി ആ പ്രോജക്റ്റിൽ പരിശോധന നടത്തുകയുണ്ടായി. പക്ഷേ അതിശയിപ്പിക്കുന്ന ഒരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 75 പേരിൽ 10ഓളം പേർക്ക് ലിവർ സംബന്ധമായിട്ടുള്ള അസുഖമുണ്ട് എന്നുള്ളതാണ് അന്ന് അവിടെ തിരിച്ചറിഞ്ഞത്. അവർക്ക് അതിനെക്കുറിച്ച് യാതൊരു ധാരണയും അതുവരെ ഉണ്ടായിരുന്നില്ല. ആ ഒരു ടെസ്റ്റ് അന്ന് അവിടെ ചെയ്തതിൽ നിന്നാണ് അവർക്കത് മനസ്സിലായത്. KSKTU ചേർപ്പ് ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച VS അനുസ്മരണ യോഗം CPM ജില്ലാ കമ്മിറ്റി അംഗം C സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ചരിത്രത്തിൽ നടത്തിയിട്ടുള്ള പോരാട്ടത്തിൽ ആ പോരാട്ടങ്ങളിൽ നിന്ന് ഏതെല്ലാം അനുഭവങ്ങളെ നമുക്ക് ഭാവിയുടെ പോരാട്ടത്തിന് വേണ്ടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാനാണ് നമ്മൾ അനുസ്മരണം നടത്തുക തന്നെ. നമുക്കറിയാം, സഖാവ് VS നേരത്തെ ഇവിടെ അദ്ദേഹത്തിൻ്റെ കുറിച്ച് സ്വാഗത പ്രാസംഗികൻ തന്നെ ഇവിടെ വായിക്കുകയുണ്ടായി. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ അതിനിർണായകമായ പങ്കുവഹിച്ച നേതാക്കന്മാരിൽ മുന്നിൽ നിൽക്കുന്ന ഒരു നേതാവ് തന്നെയാണ് സഖാവ് VS. ഏരിയ പ്രസിഡന്റ് MV മുകേഷ് അധ്യക്ഷനായി. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വർഗീസ്, KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം AS ദിനകരൻ, ഏരിയ സെക്രട്ടറി KC രമേശ്, KK അനിൽ, KS മോഹൻദാസ്, സിബിൻ C ബാബു, TV മദനമോഹനൻ, കോമളം രാജൻ, MB സഹദേവൻ എന്നിവർ സംസാരിച്ചു. രഞ്ജിത്ത് കുറുമ്പിലാവ് രചിച്ച് ആലപിച്ച VS സ്മരണഗീതം അമരൻ പ്രകാശിപ്പിച്ചു. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ന്യൂ ചെന്നൈ ഷോപ്പിംഗ് വീട്ടുപകരണങ്ങൾ കോതുകുളം അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ. ഏതെടുത്താലും 189 രൂപ മാത്രം. ടോയ്സ് ഗിഫ്റ്റ്സ്, ടെഡി ബെയർ, ലേഡീസ് ഹാൻഡ് ബാഗ്, ടെഡി ബാഗ്, സ്കൂൾ ബാഗ്, സ്റ്റീൽ പാത്രങ്ങൾ, അലൂമിനിയം പാത്രങ്ങൾ, ഇൻഡോലിയം പാത്രങ്ങൾ, മറ്റു വെറൈറ്റികൾ, പ്ലാസ്റ്റിക് ഐറ്റംസ്, വാൾ ക്ലോക്ക്, ചെരുപ്പുകൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ വെറും 189 രൂപ മാത്രം. വിലക്കുറവിന്റെ ഷോപ്പിംഗ് മാമാങ്കം അനുഭവിച്ചറിയുവാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ന്യൂ ചെന്നൈ ഷോപ്പിംഗ് വീട്ടുപകരണങ്ങൾ കോതുകുളം അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ ഓഗസ്റ്റ് 4 വരെ മാത്രം. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. തൃപ്രയാർ അർച്ചന സിൽക്സിലും വാടാനപ്പള്ളി അർച്ചന സിൽക്സിലും 50-ൽ പരം തൊഴിലവസരങ്ങൾ. ബില്ലിംഗ് സ്റ്റാഫ്, സെയിൽസ് സ്റ്റാഫ്, വെൽക്കം ഗേൾസ്, സൂപ്പർവൈസർ, വീഡിയോ പ്രസന്റർ, മാനേജർ തസ്തികകളിലേക്കാണ് ഒഴിവുകളുള്ളത്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ബയോഡേറ്റ അയയ്ക്കുക. ഫോൺ 9447130824. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ മൺസൂൺ ഓഫർ. എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120, 048724022020. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ, 3 പീടിക. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. CPM നാട്ടിക ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ VS അച്യുതാനന്ദന്റെ അനുസ്മരണം നടത്തി. CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഇന്ന് രാവിലെ മുതൽ VS അച്യുതാനന്ദന്റെ 1ാമത് അനുസ്മരണ സമ്മേളനം നടക്കുകയാണ്. ആലപ്പുഴ ജില്ലയിൽ പ്രത്യേകം കേന്ദ്രീകരിച്ച പ്രകടനവും പൊതുസമ്മേളനത്തിൽ പാർട്ടിയുടെ PB മെമ്പറും പിണറായി വിജയനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഭൂമിക മാഷും പങ്കെടുക്കുന്നു. നമ്മുടെ നാട്ടിയ ഏരിയയിൽ ഇന്ന് രാവിലെ 177 കേന്ദ്രങ്ങളിലാണ് രാവിലെ പാർട്ടി സെക്രട്ടറി പതാകയുടെ അനുസ്മരണം നടത്തി. ആ അനുസ്മരണ സമ്മേളനത്തിലെല്ലാം 1904 പേർ ഇന്ന് സമ്മേളനത്തിനകത്ത് പങ്കെടുക്കും. അപ്പോൾ സ്വാഭാവികമായി കേരളത്തിനകത്ത് ഇന്ന് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് അനുസ്മരണ സമ്മേളനത്തിനും വ്യത്യസ്തമായ പരിപാടികളെല്ലാം പങ്കെടുക്കും. നാട്ടിക ലോക്കൽ സെക്രട്ടറി KB ഹംസ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം MR ദിനേശൻ, നാട്ടിക ലോക്കൽ കമ്മിറ്റി അംഗം രജനി ബാബു എന്നിവർ സംസാരിച്ചു. പാർട്ടിയുടെ എല്ലാ ബ്രാഞ്ചുകളിലും ലോക്കൽ കമ്മിറ്റി ഓഫീസിലും പതാക ഉയർത്തി അനുസ്മരണം നടത്തി.
അന്തിക്കാട്ടെ ജനങ്ങൾ 3 പതിറ്റാണ്ടുകളായി ഉന്നയിക്കുന്ന പൊതുശ്മശാനം എന്ന ആവശ്യം നിരാകരിക്കുന്ന LDF ഭരണസമിതിയുടെ അനാസ്ഥയ്ക്കെതിരെ BJP അന്തിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തി. മാർക്കറ്റ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് ഇന്ന് BJP നടത്തിയ ഈ സമരം പൊതുശ്മശാനം ആവശ്യപ്പെട്ടുകൊണ്ടാണ്. പൊതുശ്മശാനം ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലുള്ള സമരവുമായി രംഗത്ത് വരുവാനുണ്ടായ സാഹചര്യം എനിക്ക് മുന്നേ സംസാരിച്ചവർ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്കൊന്ന് ഏകദേശം 27ഓളം മരണാനന്തര സമ്മതികൾ നിലനിൽക്കുന്ന ഒരു പഞ്ചായത്താണ് അന്തിക്കാട് പഞ്ചായത്ത്. 27 അത്തരത്തിലുള്ള കൂട്ടായ്മകൾ നിലനിൽക്കുന്നു. ഈ കൂട്ടായ്മകൾ തന്നെ ഈ പഞ്ചായത്തിന് 2 or 3 സ്ഥലങ്ങൾ ഫ്രീ ആയിട്ട് അവർ തന്നെ പൈസ മുടക്കി കൊടുക്കാൻ തയ്യാറായിട്ടും കൊടുത്തിട്ടും അത് വേറെ രീതിയിൽ ഉപയോഗിക്കുകയാണ്. ചിലത് വകമാറ്റി ചെലവഴിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ പൊതുശ്മശാനത്തിന് വേണ്ടി മരണാനന്തര സമ്മതികൾ കണ്ടെത്തി അവർ തന്നെ മുടക്കി പൈസ മുടക്കി വാങ്ങിച്ചു കൊടുത്ത സ്ഥലം ഇന്ന് മറ്റു ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇവിടുത്തെ മരണാനന്തര ക്രിയകൾ ചെയ്യുവാൻ മറ്റു പഞ്ചായത്തുകളെ ആശ്രയിക്കേണ്ടി വരുന്നു. താഞ്ഞത്തായാലും മണലൂരായാലും ഒക്കെ കൊണ്ടുപോകേണ്ട സാഹചര്യമാണ്. BJP പഞ്ചായത്ത് പ്രസിഡന്റ് രാഗി പ്രദീപ് അധ്യക്ഷത വഹിച്ചു. കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് CG പ്രസാദ് ആമുഖ പ്രസംഗം നടത്തി. മുൻ MLA CC മൂന്തൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോത്തുപറമ്പിൽ, വാർഡ് മെമ്പർ ബിജു അണ്ടയെഴുത്ത്, മരണാന്തര സഹായ സമിതി സെക്രട്ടറി പള്ളിയിൽ മാധവൻ, നാട്ടിക മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ഗോകുൽ കരിപ്പിള്ളി, VS സുനിൽദത്ത്, മഹിളാ മോർച്ച മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രസീത കൃഷ്ണകുമാർ, മഹിളാ മോർച്ച പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീജ രഞ്ജു, BJP പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജു പള്ളിയിൽ, OBC മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ദീപേഷ്, SSC മോർച്ച മണ്ഡലം സെക്രട്ടറിമാരായ സനൽ ഗോപി, രതീഷ് മാമ്പുള്ളി, സുയിൻ KS, വേലായുധൻ പുതുശ്ശേരി എന്നിവർ സംസാരിച്ചു. പ്രതീകാത്മകമായി പഞ്ചായത്തിന് മുന്നിൽ സംസ്കാര കർമ്മവും നടത്തി. നാട്ടിക ആരിക്കിരി ഭഗവതി ക്ഷേത്രത്തിലേക്ക് താലി എഴുന്നള്ളിപ്പ് നടന്നു. പള്ളം താലി എഴുന്നള്ളിപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള താലി എഴുന്നള്ളിപ്പാണ് നടന്നത്. വൈകിട്ട് പള്ളം ബീച്ചിൽ നിന്നും താല വാദ്യമേളങ്ങളോടുകൂടി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. തുടർന്ന് ക്ഷേത്രത്തിലെത്തി ദീപാരാധനയ്ക്ക് ശേഷം താലി സമർപ്പിച്ചു. തുടർന്ന് പ്രസാദ വിതരണവും നടന്നു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൻ്റെയും ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും നേതൃത്വത്തിൽ ഹെൽത്തി കേരള പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ ഹോട്ടൽ, മറ്റു ഭക്ഷണ വിതരണശാലകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ സംയുക്ത പരിശോധന സംഘടിപ്പിച്ചു. ശുചിത്വ മാനദണ്ഡങ്ങൾ, സുരക്ഷിത ഭക്ഷണ വിതരണം, മാലിന്യ സംസ്കരണം,
പൊതുജനാരോഗ്യ മാനദണ്ഡങ്ങൾ എന്നിവ വിലയിരുത്തുന്നതിനൊപ്പം പുകയില നിയന്ത്രണ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോയെന്നും പരിശോധന നടത്തി. പരിശോധനയിൽ നിയമവിരുദ്ധമായി പുകയില ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിച്ചതിനും നിരോധിത സ്ഥലങ്ങളിൽ പുകവലി അനുവദിച്ചതിനും നിയമാനുസൃതമായി നിശ്ചിത മാതൃകയിൽ നിർബന്ധമായും സ്ഥാപിക്കേണ്ട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാതിരുന്നതും ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുത്തു. പ്രാദേശിക പൊതുജനാരോഗ്യ വിഭാഗം മേധാവി ഡോക്ടർ ആർ രാഗി, ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു സി ജേക്കബ്, എടത്തിരുത്തി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ VM ലിനി, MS രബിത, KS ആനന്ദ്, ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ PB കീർത്തി എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. വാഗ്ദാനങ്ങൾ പാലിക്കാത്ത UDF ഭരണത്തിനെതിരെ BJP നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ബസ് സ്റ്റാൻഡ് നിർമ്മാണം, ശ്മശാനം, ഹരിതകർമ്മസേനയുടെ സൗജന്യ ഫീസ്, തകർന്ന റോഡുകളുടെ പുനരുദ്ധാരണം, കുടിവെള്ള പ്രശ്നം എന്നിവയ്ക്ക് എത്രയും വേഗം പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ധർണ BJP എറണാകുളം മേഖല വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ് ഉദ്ഘാടനം ചെയ്തു. ഭരണസമിതിയിലെ UDF അംഗങ്ങൾ തമ്മിലുള്ള ഗ്രൂപ്പ് വഴക്കും തല്ലും അവസാനിപ്പിച്ച് നാട്ടികയെ വികസനപാതയിലേക്ക് കൊണ്ടുവരണമെന്നും അല്ലാത്തപക്ഷം BJP ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. BJP നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് സെന്തിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സജിനി മുരളി ആമുഖ പ്രഭാഷണം നടത്തി. ജ്യോതിദാസ്, അംബിക ടീച്ചർ, ജോഷി ബ്ലാങ്ങാട്, ഭരതൻ വളവത്ത്, സനി രാജു, ലാൽ ഊണുങ്ങൽ, ദയാനന്ദൻ ഏറാട്, ജയ സത്യൻ, ബൈജു കോറോത്ത് എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ റോഡുകള്, പഞ്ചായത്തിന്റെ അധീനതയിലുള്ള റോഡുകളെല്ലാം തകർന്നടിഞ്ഞു കിടക്കുക. എന്നാൽ ആ റോഡുകൾ മെയിൻ്റനൻസ് ചെയ്യാനായിട്ട് എല്ലാം കൃത്യമായി മെയിൻ്റനൻസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വാഗ്ദാനം നൽകിയിട്ട് ആ റോഡുകളൊന്നും തന്നെ മെയിൻ്റനൻസ് ചെയ്യാതെ ഇന്നും തകർന്നടിഞ്ഞുകൊണ്ട് ജനം ദുരിതത്തിലാണ്. നാട്ടിലെ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളെല്ലാം ദുരിതത്തിലാണ്. അന്തിക്കാട് KGM LP സ്കൂളിൽ ചാന്ദ്ര ദിനാഘോഷം ശ്രദ്ധേയമായി. അന്തിക്കാട് KGM LP സ്കൂളിൽ ശാസ്ത്ര കൗതുകം വളർത്തുന്ന വൈവിധ്യമാർന്ന പരിപാടികളോടെ ചാന്ദ്ര ദിനാഘോഷം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളിൽ ബഹിരാകാശ ശാസ്ത്രത്തോടും ശാസ്ത്രാന്വേഷണത്തോടും താൽപ്പര്യം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടികൾ ഒരുക്കിയത്. കൊടുങ്ങല്ലൂർ സയൻസ് പാർക്ക് ഡയറക്ടർ ശ്രീജിത്ത് VS പരിപാടി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അജീഷ അൻവർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോഷി D കൊള്ളന്നൂർ, കോർഡിനേറ്റർ ലിനി ടീച്ചർ, അന്തിക്കാട് പഞ്ചായത്ത് മെമ്പർ CL ജോബി എന്നിവർ സംസാരിച്ചു. നീൽ ആംസ്ട്രോങ്ങിന്റെ വേഷം ധരിച്ചെത്തിയ വിദ്യാർത്ഥിയുടെ അവതരണവും സന്ദേശവും പരിപാടിയിലെ ഏറ്റവും ശ്രദ്ധേയമായ ആകർഷണങ്ങളിൽ ഒന്നായിരുന്നു. ചലിക്കുന്ന റോക്കറ്റിന്റെ മാതൃക എല്ലാവരിലും കൗതുകം ജനിപ്പിച്ചു. കൂടാതെ ശാസ്ത്ര കൗതുകം ഉണർത്തുന്ന നിരവധി പരീക്ഷണങ്ങൾ, ജല റോക്കറ്റിന്റെ വിക്ഷേപണം, ബഹിരാകാശവുമായി ബന്ധപ്പെട്ട പ്രദർശനങ്ങൾ എന്നിവയും ഉണ്ടായിരുന്നു. ഗ്രഹങ്ങളുടെ വേഷം ധരിച്ചെത്തിയ വിദ്യാർത്ഥികൾ ഓരോ ഗ്രഹങ്ങളെയും പരിചയപ്പെടുത്തി. ശാസ്ത്രവും കലയും സമന്വയിപ്പിച്ച വിവിധ കലാപരിപാടികൾ ആഘോഷത്തിന് കൂടുതൽ മികവ് പകർന്നു. ചന്ദ്രനെയും ബഹിരാകാശത്തെയും കുറിച്ചുള്ള പ്രദർശനങ്ങൾ, ഗാനങ്ങൾ, പ്രസംഗങ്ങൾ, ശാസ്ത്രാവതരണങ്ങൾ എന്നിവ പരിപാടിയെ വിജ്ഞാനപ്രദവും ആകർഷകവുമാക്കി. ശാസ്ത്രം മനുഷ്യരാശിക്ക് നൽകിയിട്ടുള്ള നേട്ടങ്ങൾ വളരെ ചെറുതൊന്നുമല്ല. ഇന്ന് നിങ്ങൾക്ക് ഒരു സങ്കടം വരുമ്പോൾ അമ്മയെ കാണണമെന്നുണ്ടെങ്കിൽ ടീച്ചറോട് പറഞ്ഞാൽ മതി. അപ്പം തന്നെ നമുക്ക് വീഡിയോ കോൾ ചെയ്യും, അമ്മയെ കാണിച്ചു തരും. ഇല്ലേ? ഇനി സങ്കടം വരുമ്പോൾ ഒന്ന് ടീച്ചറോട് പറഞ്ഞു നോക്കി, എനിക്ക് എൻ്റെ അമ്മനെ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ? അത് ശാസ്ത്രത്തിൻ്റെ നേട്ടമാണ്. അത് നിങ്ങൾക്കൊരു ചെറിയ പനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമിക്കേണ്ട. ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ മരുന്ന് തരും, പനി പെട്ടെന്ന് മാറും, അസുഖം മാറും. ഇതും ശാസ്ത്രത്തിന്റെ നേട്ടമാണ്. ഇന്ന് അമ്മ നമുക്ക് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തന്നെ ഇന്ന് ഇഡ്ഡലി കഴിച്ചിട്ടുണ്ടോ ആരെങ്കിലും? കഴിച്ചിട്ടുണ്ടല്ലേ? ആ ഇഡ്ഡലി അമ്മ ഉണ്ടാക്കിയത് ശാസ്ത്രത്തിന്റെ സഹായത്തോടു കൂടിയാണ്. ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യ മനുഷ്യരാണ് ഞാൻ. 1960
1969 ജൂലൈ 20 അപ്പോളോ 11 ദൗത്യത്തിലൂടെ ഞാൻ ചന്ദ്രനിലിറങ്ങി. സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങളിൽ നിന്നും സൂര്യൻ മൂന്നാമതായി സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ്. നാലാമത്തെ ഗ്രഹമാണ്. എന്റെ ചുവന്ന നിറത്തിലുള്ള മണ്ണും പാറകളും കാരണം എന്നെ ചുവന്ന ഗ്രഹം എന്ന് വിളിക്കുന്നു. ശ്രീനാരായണ കോളേജിലെ 2026-27 അധ്യയന വർഷത്തിൽ പുതിയതായി പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കായുള്ള ആരോഹൺ വിദ്യാർത്ഥി ഇൻഡക്ഷൻ പരിപാടി മണപ്പുറം ഫിനാൻസ് ഡയറക്ടർ VP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. Very, very good morning to all of you. And for me, it's a great opportunity to come out with this alma mater, of which I am a very proud alumnus. I am really a proud alumnus of this SN College, Natika. So, while looking at the students here, I am sure just like me, പ്രശസ്ത ലൈഫ് സ്കിൽസ് ട്രെയിനറും ബിസിനസ് കോച്ചുമായ JC വിജീഷ് R നായർ മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. നേതൃത്വ പാഠവും ആശയവിനിമയം, വൈകാരിക ബുദ്ധി, വ്യക്തിത്വ വികസനം തുടങ്ങിയ വിഷയങ്ങളിൽ വിദ്യാർത്ഥികളുമായി അദ്ദേഹം സംവദിച്ചു. വിദ്യാർത്ഥികളുടെ അക്കാദമിക ജീവിതത്തിന് ആത്മവിശ്വാസവും ദിശാബോധവും പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് ആരോഹൺ സംഘടിപ്പിച്ചത്. തീരദേശ മേഖലയിലെ ആദ്യകാല ഡെന്റൽ സർജനും കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഡോക്ടർ ജോർജ് 1970കളിലെ കലാലയ ജീവിതത്തിൻ്റെ ഓർമ്മകൾ പങ്കുവച്ചു. പ്രിൻസിപ്പൽ പ്രൊഫസർ അനിത CT അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ശ്രീല കൃഷ്ണൻ, കോളേജ് ഡെവലപ്മെൻറ്റ് ഓഫീസർ പ്രൊഫസർ ജയ PS, IQAC കോർഡിനേറ്റർ പ്രൊഫസർ ശങ്കരൻ KK, ദിവ്യ KD, അനില ബാലൻ, ഡോക്ടർ രഞ്ജിനി R വർമ്മ, മണപ്പുറം ഫിനാൻസ് PRO അഷ്റഫ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തളിക്കുളത്ത് സ്കൂളിന് മുന്നിൽ ദേശീയപാതയോരത്ത് നിൽക്കുന്ന മരം ഭീഷണിയാകുന്നു. UDF ഭരണത്തിനെതിരെ BJP നാട്ടിയ പഞ്ചായത്ത് കമ്മിറ്റി ധർണ നടത്തി. എടത്തിരുത്തിയിൽ പഞ്ചായത്തും ആരോഗ്യവകുപ്പും പരിശോധന നടത്തി. നിയമലംഘനങ്ങൾക്കെതിരെ നടപടിയെടുത്തു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.